ഹലോ. സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ പലപ്പോഴും നമ്മളെല്ലാവരും മിസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കണമെന്ന് എനിക്ക് തോന്നി. നമ്മൾ പലപ്പോഴും സ്ട്രാറ്റജികളുടെ പുറകിൽ പോകാറുണ്ട്, നല്ല കണ്ടൻറ്റിൻ്റെ പുറകിൽ പോകാറുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലേണിംഗ് മെത്തഡോളജി കറക്റ്റാണോ എന്ന് നമ്മൾ കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യണം, വാല്യുവേറ്റ് ചെയ്യണം. എൻ്റെ ഒരു 10 years സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഫീൽഡിൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, +2 വരെ നന്നായിട്ട് പഠിച്ച കുട്ടികൾ നമ്മുടെ ആ ഒരു കോളേജ് ഫേസ് കഴിഞ്ഞ് നമ്മളൊരു ഇൻറ്റൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ പോയിന്റിൽ വരുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നത് പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, വിട്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുക്കാറില്ല. പലപ്പോഴും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നൊരു പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യാറുണ്ട്, മാറാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന രീതി കറക്റ്റാണോ എന്നതാണ്. എനിക്ക് വളരെ ഉറപ്പായിട്ട് ചൂണ്ടിക്കാണിക്കുന്നൊരു സാധനമാണ്, പലപ്പോഴും റാങ്ക് ലിസ്റ്റിൽ കയറുന്ന ആൾക്കാർ വളരെ ഒരു പ്രീമിയം കോളേജിൽ നിന്ന് പാസ്സായവരോ അല്ലെങ്കിൽ എക്സ്ട്രോർഡിനറി ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരല്ല. പലവരും ഈ പരീക്ഷ കയറുന്നവർക്ക് നല്ല ഒരു സിസ്റ്റമാറ്റിക് ലേണിംഗ് മെത്തഡോളജി ഉണ്ടായതുകൊണ്ടാണ്. ഒബ്വിയസ്ലി ടോപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ കയറാറുണ്ട്, പക്ഷേ അവർക്കും ആ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ എത്താൻ ഹെൽപ്പ് ചെയ്തത് നല്ലൊരു ലേണിംഗ് മെത്തഡോളജിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പഠിക്കുന്ന രീതി ശരിയാണോ. അതിലൊരു ചെറിയൊരു ടിപ്പ് ഞാൻ പറയാം. നമ്മൾ ക്ലാസ്സുകൾ കാണുന്നത് അല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം സ്വന്തമായിട്ട് നോട്ട്സ് എഴുതാറുണ്ടോ? നമ്മൾ എഴുതുന്ന നോട്ട്സും ഫാക്കൽറ്റി ഡിക്റ്റേറ്റ് ചെയ്യുന്ന നോട്ട്സും തമ്മിൽ 2 കളറിൽ സെപ്പറേറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോയി അന്ന് തന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ വെരി നെക്സ്റ്റ് ഡേ ഒന്ന് റിവൈസ് ചെയ്യാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും നമ്മൾ ചെയ്തു നോക്കാറുണ്ടോ? ഇങ്ങനത്തെ ചില മെത്തഡോളജീസ് എന്താണ് ഇതിൽ വളരെ ക്രിട്ടിക്കലാണ്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സിവിൽ സർവീസ് ആസ്പിറൻറ്റിന് ഫോളോ ചെയ്യേണ്ട ഒരു ലേണിംഗ് മെത്തഡോളജി ആയിരിക്കും എന്ത് ചെയ്യുക, കവർ ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.